കുളുത്തുപ്പുഴയിൽ പോയി മനു അലീനയെ കാണുന്നുണ്ട്. അങ്ങനെ അവളെ കണ്ടതിന് ശേഷം നേരെ എറണാകുളത്തേക്ക് പോവാണ്. ഈ സമയം ശിവൻ വീട്ടിൽ നിന്ന് മനുവിനെ വിളിക്കാണ്. അല്ലടാ, നീ എവിടെ പോയിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുമ്പം ഞാൻ കുളത്തുപ്പുഴ വരെ പോയതാണ് എന്ന് പറയാണ്. അലീനയെ കാണാനാണോ എന്ന് ചോദിക്കുമ്പം അതെ അച്ഛാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കണ്ടോ, അവൾക്ക് എങ്ങനെയുണ്ട്, അവിടെ സന്തോഷമാണോ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പം അവിടെ അവൾക്ക് ഒരു കുഴപ്പമില്ല, അതൊരു ബംഗ്ലാവാ, അകത്ത് ലിഫ്റ്റ് വരെയുള്ള ഒരു ബംഗ്ലാവ്, നല്ല കോടീശ്വരനാണ് ഇപ്പറഞ്ഞ സ്റ്റാൻലി ജോസഫ്. അതുമാത്രമല്ല അലീനയ്ക്ക് അവിടെ ഒരു പ്രശ്നമില്ല, അവളാ ഇപ്പം അവിടുത്തെ ഭരണാധികാരി. അവിടെ കുറേ സെർവൻസും ഉണ്ട്, അവളൊന്ന് മൂളിയാൽ മതി, അവൾക്ക് ഭക്ഷണം വെള്ളം എന്ത് വേണമെങ്കിലും അവളുടെ അരികിലെത്തും. അവളുടെ മുറിയിൽ തന്നെ ടിവിയും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല വിശാലമായ ഒരു വലിയ മുറിയാ. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവൾക്കവിടെ അയാൾ ഒരുക്കിയിട്ടുണ്ട്. അവൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും അവളുടെ കാൽച്ചുവട്ടിലെത്തും. ഒന്നും ചെയ്യണ്ട, ഒരു ജോലിയും ചെയ്യണ്ട, അവളുടെ ആജ്ഞ അനുസരിക്കാൻ അവിടെ 3 ജോലിക്കാരും ഒക്കെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവൾ രക്ഷപ്പെട്ടല്ലോ, സമാധാനമായി. ഇവിടെ കിടന്ന് എല്ലാവരുടെയും വായിരിക്കുന്നതൊക്കെ കേട്ട് എല്ലാവരെയും ജോലിയൊക്കെ ചെയ്ത് അടിമയെപ്പോലെ ജോലിക്കാരെ പോലെ കിടക്കല്ലായിരുന്നോ? ഇന്നുള്ള കാലമെങ്കിലും അവൾ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അച്ഛൻ എന്താ പെങ്ങളുടെ മോളോട് ഇപ്പൊ ഇത്രയ്ക്ക് വലിയ സോഫ്റ്റ് കോർണർ? പെങ്ങളുടെ കൊച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ ദേശീയ വാശിയും എല്ലാം പോയി. പിന്നെ ബബിതയും കൃഷ്ണൻ പോലെ അല്ലല്ലോ, കുഞ്ഞാൾ തൊട്ടേ ഞാൻ കാണുകയും എടുത്തു വളർത്തുകയൊന്നും ചെയ്തില്ലല്ലോ. അതിൻ്റെതായ ചെറിയൊരു അറ്റാച്ച്മെന്റ് കുറവുണ്ട്, എങ്കിൽ പോലും എനിക്ക് അവളുടെ സ്നേഹമൊക്കെ ഉണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു എന്ന് പറയാണ്. ബാക്കി എല്ലാവരെക്കാട്ടിലും എൻ്റെ മക്കളെക്കാട്ടിലും നല്ല സ്വഭാവമാണ് അലീനയുടേത്. ഒരു അനാഥാലയത്തിൽ വളർന്നുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. പാവങ്ങളെ മനസ്സിലാക്കാനും സഹായിക്കാനും എല്ലാം ഉള്ള മനസ്സ് ഈശ്വരൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. എങ്കിലും അച്ഛനെങ്കിൽ പിന്നെ അവളെ മരുമകളായിട്ടങ്ങ് സ്വീകരിച്ചിടായിരുന്നെന്ന് ചോദിക്കുമ്പം എനിക്കൊരു കുഴപ്പമില്ല, നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അവളെ കാണാൻ പോയതും അതിൻ്റെ പേരിലാണല്ലോ. നീ ഇവിടെ പറഞ്ഞതല്ലേ അവളെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അതിനൊന്നും ഞാൻ ഒരിക്കലും ഒരു തടസ്സമല്ല. അലീന ഈ വീട്ടിലേക്ക് കയറി വരുന്നത് ഒരു ഐശ്വര്യമായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അവളെപ്പോലൊരു പെൺകുട്ടി ഈ വീട്ടിൽ മരുമകളായി വന്നാൽ പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ല. വരും തലമുറ കൂടി അവൾ നന്നായി നോക്കിക്കോളും. അത്രയ്ക്ക് ഐശ്വര്യമുള്ള കുട്ടിയാ അവള് എന്ന് പറയുന്നുണ്ട്. അവളുടെ സ്വഭാവവും അവളുടെ സൗന്ദര്യവും ഐശ്വര്യവും എല്ലാം എനിക്കിഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടേ ഞാൻ കാണുകയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് കമൽ ചോദിക്കുന്നുണ്ട്, ആരുടെ കാര്യമായി പറയുന്നത്? അത് പിന്നെ നമ്മുടെ മനുവേ അലീനെ വിവാഹം കഴിക്കുന്നതിന് പറയായിരുന്നു. ഞാൻ പറഞ്ഞതാ 100% സമ്മതമാണെന്ന്. ആര് പറഞ്ഞു 100% സമ്മതമാണെന്ന്? ഈ വീടിൻ്റെ വാതിക്കെ ഞാൻ കിടക്കും മരിച്ച്, എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ട് വേണം അവൾ അവനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് കയറാൻ എന്ന് പറയുമ്പം എൻ്റെ പൊന്നു കമലെ, നീ ഒന്ന് പോകാവോ? വെറുതെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ പണ്ടേ പറഞ്ഞ കാര്യമാണല്ലോ. അവളെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അവളെങ്ങാനും ഇങ്ങോട്ടേക്ക് വന്ന് കയറിയാലേ ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് കമല പറയുന്നുണ്ട്. എടി, അവളിപ്പോൾ ആരാണെന്ന് നിനക്കറിയോ? അവൾ ആരാ? ഇവിടേക്ക് വലിഞ്ഞേറി വന്ന ഒരു വേലക്കാരി, ഒരു അനാഥ പെണ്ണ്, ഏതോ ഉയർത്തി പഴച്ചിട്ടിട്ട് പോയ ഒരു പെണ്ണ്. ഈ വീട്ടിലേക്ക് വന്ന് എല്ലാ ആണുങ്ങളെയും വശീകരിച്ച് ഈ കുടുംബം മുടിപ്പിച്ചിട്ട് പോയവള്. ഇതുപോലൊരു നാശത്തിനെ എവിടെയെങ്കിലും കണ്ടുണ്ടോ? ഇവിടെ വന്ന പാടെ അച്ഛൻ പോയി, അമ്മ അവള് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമ്മ കിടപ്പായി, അച്ഛൻ പോയി. പിന്നെ ഹരി ജയിലില്, രോഹി ജയിലില്, വൈജിയെ വണ്ടി ഇടിച്ചു, ബാലന് അറ്റാക്ക്. അങ്ങനെ ഓരോരുത്തർക്ക് എന്തൊക്കെ ആക്സിഡന്റാണ് സംഭവിച്ചത്? എങ്ങനെയൊന്ന് ഹരിയേട്ടന് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാം ഇവൾ വന്ന ശേഷമല്ലേ നടന്നത് എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല. അവളെ ഒരു നാശം പിടിച്ച ജന്മമാ. അവൾ എവിടെ കാലുകുത്തിയോ അവിടെ എല്ലാം നശിക്കും. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടല്ലോ, അവിടെ കണ്ടോ? അവൾ ചെന്നതിന് ശേഷം അവിടെ ഇല്ലാത്ത ഭൂകമ്പമൊക്കെ ഉണ്ടാവും. അതുപോലുള്ള ഒരു നശൂലത്തിനെയാണോ ഈ തറവാട്ടിലേക്ക് വിളിച്ച് കയറ്റാൻ പോണത്? 5-6 തലമുറ അവളെ വളർത്തുന്നല്ല, അവൾ 5-6 തലമുറയും കൂടി മുടിപ്പിച്ചിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. എൻ്റെ മോനതുകൊണ്ട് അവളെ കെട്ടിക്കാന്ന് ആരും വിചാരിക്കേണ്ട. ആദ്യം അവൾ കുറെ ഹരിയെ കയ്യും കാലും കാണിച്ചതാ. അവൻ മയങ്ങാതെ വന്നപ്പോൾ അടുത്തവനെ കയറി പിടിച്ചു. അവൻ പിന്നെ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഇരിക്കുകയായിരുന്നല്ലോ. കണ്ട പാടെ അവളിലങ്ങ് വീണു. അതാ സത്യം എന്നും പറഞ്ഞ് കമൽ അവിടെ കിടന്ന് ബഹളം വെക്കാണ്. കമലെ, നീ ബഹളമൊന്നും വെക്കണ്ട.
മനുവിന് അവളെ ഇഷ്ടമാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം. അതിനെ എൻ്റെ ജീവൻ പോണം, അപ്പം ഞാൻ സമ്മതിക്കും, മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കാണ്. എടാ നിനക്ക് എന്താടാ, അവളില്ലാതെ നിനക്ക് പറ്റില്ലേ? കൊളത്തുപുഴയ്ക്ക് നീ പോയ അവളെ കാണാൻ? അതെ ഞാൻ പോയിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു ആ മഹാറാണി? അവിടെ അവള് മുടിപ്പിച്ചോ? അവളവിടെ രാജകുമാരി പോലെ ജീവിക്കുക. അവക്കവിടെ ഒരു കുഴപ്പമില്ല. അല്ല ആ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവിടുത്തെ മുതലാളിയും പിന്നെ 2-3 സെർവൻസും. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ആ മുതലാളി മാത്രമേ ഉള്ളൂ. അയാളുടെ ഭാര്യയോ മക്കളോ സ്ത്രീകളോ ആരുമില്ല. 3-4 ആണുങ്ങൾ മാത്രമുള്ള വീട്ടില് ഏതെങ്കിലും ഒരു പെണ്ണുങ്ങള്, തറവാട്ടിൽ പിറന്ന ഏതെങ്കിലും പെണ്ണുങ്ങൾ പോയി ജോലിക്ക് നിൽക്കുവോ? നിങ്ങളാണെങ്കിൽ പറ, നിങ്ങൾ ആരെങ്കിലും നിൽക്കുവോ? ഞാൻ പോയി അങ്ങനെ സ്ഥലത്ത് നിന്നാ നിങ്ങളൊക്കെ എന്ത് പറയും? അത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്. ഞാൻ അതാ പറഞ്ഞത്, അവളെ ഒരു പിഴച്ചവളാ. അതുകൊണ്ട് അവളുടെ കാര്യങ്ങൾ വിട്ടേക്ക്. എവിടെ പോയാലും ആണുങ്ങളെ വശീകരിക്കുക എന്നുള്ളത് അവളുടെ സ്വഭാവമാണ്. ഇപ്പോഴും അത് തന്നെയാ കാട്ടിയത്. ദേ കമലേ, കാര്യം അത് സംസാരിക്കരുത്. അതങ്ങനെയൊന്നും അല്ല. മനു പറയാണ്, അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറഞ്ഞത്? അയാൾ ആരാന്നറിയോ? അയാൾ ആരാണെങ്കിൽ എന്താടാ, അയാളൊരാണല്ലേ. ആ ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ പോയിട്ട് അവൾ നിൽക്കാന്ന് പറഞ്ഞാ എന്ത് വിശ്വസിച്ചൊരു പെണ്ണോടെ പോയി നിൽക്കും? സാധാരണ ഏതെങ്കിലും ഒരു പെണ്ണാണെങ്കിൽ അങ്ങനെ പോയി നിൽക്കുവോ? കുറച്ചെങ്ങനെ പേടികളാണെങ്കിൽ നിൽക്കുവോ? ഇവക്കതൊന്നും ഇല്ല. കാരണം അവക്കവരുടെ മാനവും മര്യാദയൊന്നും ഇല്ല. ദേ അമ്മേ, അമ്മയാണെന്ന് ഞാൻ നോക്കില്ല. എന്തെങ്കിലും വായി തോന്നുന്നത് ഞാൻ വിളിച്ചു പറയും. അതുകൊണ്ട് തൽക്കാലം അമ്മ വെച്ചോ എന്നും പറഞ്ഞ് കട്ടാക്കുമ്പോൾ എടാ ഡാന്ന് വിളിക്കുമ്പോഴേക്കും മനു കട്ടാക്കിയിട്ട് പോവാണ്. മകന്റെ കൂടെ കൂടി ആ നശിച്ചവളെങ്ങാനും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഈ കമല ജീവിച്ചിരിക്കുമ്പോൾ അതൊന്നും നടക്കാൻ പോണില്ല. എൻ്റെ പൊന്നു കമലെ, വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുവാൻ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കമല അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം ശിവനാണെങ്കിൽ മുത്തശ്ശേരി മുറിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്താടാ ശിവ, അവിടെ ഭയങ്കര ബഹള ഒച്ചപ്പാടൊക്കെ കേട്ടല്ലോ. എന്താ രാവിലെ എൻ്റെ പ്രശ്നം? എൻ്റെ അമ്മ ഒന്നുമില്ല. മനു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടിട്ട് കമല ഉണ്ടാക്കിയ അലമ്പ. എന്ത് പറഞ്ഞാ മനു വിളിച്ചിട്ട്? അലീനെ കാണാൻ വേണ്ടി അവൻ പോയിരുന്നത്രേ. ആണോ? എന്നിട്ട് എന്ത് പറഞ്ഞടാ? അവനിപ്പോ സന്തോഷമായിട്ടിരിക്കുന്നോ അവള്? പിന്നെ അവൾക്ക് സന്തോഷത്തിന് ഒരു കുറവുമില്ല. അവളുടെ പപ്പയുടെ അടുത്തല്ലേ അവൾ നിൽക്കുന്നത്. ഞാനും അറിഞ്ഞു. ഗംഗാധരൻ എന്നോട് പറഞ്ഞിരുന്നു സ്റ്റാലിയുടെ വീട്ടിലാ അവൾ ഉള്ളേന്ന്. എടാ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോടാ? എന്ത് കുഴപ്പമുണ്ടാവാൻ? അമ്മയുടെ മോളായിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. അവളിപ്പോൾ അവിടെ സേഫാ. ആരും അങ്ങോട്ടേക്ക് വലിയ പ്രശ്നത്തിലൊന്നും പോകുന്നുമില്ല, ഇങ്ങോട്ടും വരുന്നില്ല. അലീന അവിടെ സുഖമായി ജീവിക്കുക. പക്ഷെ അമ്മയുടെ മോക്ക് ഒരു സമാധാനമില്ല. എങ്ങനെയെങ്കിലും വഴക്കും അലമ്പും ഉണ്ടാക്കണം. അതിനുവേണ്ടി ബാലന്റെ പിന്നാലെ കൂടിയിരിക്കുക. ഇടയ്ക്ക് ചെന്നപ്പോൾ ബബിലെ രോഹിയും കൃഷ്ണയെ പറഞ്ഞിരുന്നു ഒരു സ്വൈര്യം കൊടുക്കില്ലെന്ന് ബാലന്. 24 മണിക്കൂറും അവന്റെ പിന്നാലെ നടന്ന് ചെകഞ്ഞ് ഓരോ പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കുക. അമ്മയുടെ മോള് നേരെയായാൽ ആ വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ശിവൻ പറയുന്നുണ്ട്. അലീനയ്ക്ക് അവിടെ എങ്ങനെ ഉണ്ടടാ? ആ സ്റ്റാലിക്ക് അവളെ ഇഷ്ടമാണോ? അവൻ്റെ വീട്ടുകാരൊക്കെയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്റ്റാലിൻ്റെ വീട്ടുകാരൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടമ്മേ. അതൊക്കെ സ്റ്റാലിനെ കൈകാര്യം ചെയ്തോളും. റിട്ടയർഡ് കേണലല്ലേ, അയാളിപ്പോൾ ഭയങ്കര മോശമാണെന്നാ പറഞ്ഞു കേട്ട്. പണ്ടത്തെ സ്വഭാവമൊന്നുമല്ല, ഭയങ്കര ഗൗരവക്കാരനാ. ആരോടും വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലെന്നാ പറഞ്ഞു കേട്ടത്. വലിയൊരു ബംഗ്ലാവാ അവിടെ അവളെ താമസം. അവക്ക് നല്ല മുറിയും 3-4 ജോലിക്കാരും പിന്നെ എല്ലാ സൗകര്യങ്ങളും അയാൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവക്കവിടെ ഒരു കുഴപ്പമില്ല. ഈശ്വര, എൻ്റെ മോള് ഇനി അങ്ങോളം സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു. വൈദ്യരടുത്തേക്ക് വരുവേ വേണ്ട. ഇവിടെ വന്നാൽ അവളുടെ കുത്തുവാക്ക് ബഹളം തന്നെ കേൾക്കണം. അവളെങ്ങാനും സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ, അതിന് നല്ലത്. അവിടുന്ന് തന്നെ നല്ലൊരു ചെക്കനെ നോക്കി അവർ വിവാഹം കഴിപ്പിച്ച് അയച്ചോളും. അതാമ്മ ഇപ്പം പ്രശ്നം. എന്താടാ? അത് പിന്നെ നമ്മുടെ മനുവിനെ അവളെ കെട്ടിയാൽ കൊള്ളാന്നുണ്ട്. അവൻ പലതവണ അത് പറയുകയും ചെയ്തു. അവൻ അവളെ ഭയങ്കര ഇഷ്ടാ. അവൻ എന്നോടും പറഞ്ഞിരുന്നു അലീനയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അലീനയ്ക്ക് തീർച്ചയാണെന്നറിയില്ലല്ലോ. അതിതുവരെ അവൾ പറഞ്ഞിട്ടില്ല. അവൾക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ തള്ളയുടെ സ്വഭാവം അവൾക്കറിയാവുന്നതല്ലേ കമലയുടെ. പിന്നെ എങ്ങനെ ആ കൊച്ചു ഉറപ്പിച്ചൊരു തീരുമാനം പറയാനാ? അതുകൊണ്ട് അതിങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുക. ആ ഒരു കാര്യം അവൻ പറഞ്ഞത് കേട്ടുകൊണ്ടാ കമലയ്ക്ക് കലി കയറിയത്. അവളെങ്ങാനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ അവൾ ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്നും ഉണ്ടാവില്ലടാ, അതൊക്കെ അവൾ കിടന്ന് പറയുന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അലീന ഇപ്പോൾ അവിടെ സേഫ് ആണെന്ന് അറിഞ്ഞപ്പോൾ മനസ്സിലൊരു സമാധാനം. അയാളുടെ ഭാര്യയും വീട്ടുകാരൊക്കെ അറിഞ്ഞില്ലടാ. അറിഞ്ഞു, എന്തൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അയാൾ അവയ്ക്ക് ഒതുക്കി തീർത്തു. അല്ലാതെ പിന്നെന്താ?
അവളിപ്പോൾ അവളുടെ സന്തോഷമായിട്ടിരിക്കുക. സ്റ്റാൻഡേർഡ് അപ്പനുണ്ടല്ലോ അവധൂക്കുട്ടി, അയാൾക്ക് ഇപ്പോൾ അവളെ വലിയ കാര്യമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പണ്ടേ ഈ അവധൂക്കുട്ടിയും നിന്റെ അച്ഛനൊക്കെ ചേർന്ന വൈജയുടെയും ആ പയ്യൻ്റെയും കല്യാണം നടത്താതിരുന്നത്. അതിന് നീയൊക്കെ ഒരു കാരണക്കാരാണല്ലോ. അമ്മേ, അന്ന് അച്ഛൻ പറഞ്ഞനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പെങ്ങൾ പിഴച്ചു പോയെന്നറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു, അത്ര തന്നെ. പക്ഷേ ഈ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞ കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. കുഞ്ഞ് മരിച്ചു പോയെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത്. എടാ, ഞാനും അങ്ങനെ തന്നെ അറിഞ്ഞത്, എന്നോട് പറഞ്ഞില്ല. ആകെപ്പാടെ അറിയാവുന്നത് ഗംഗാധരനും പിന്നെ നിന്റെ അച്ഛനും മാത്രമാണ്. പിന്നെ നിന്റെ അമ്മാവനും പിന്നെ അവധക്കുട്ടിച്ചായനും വേറെ ആർക്കും അറിയില്ലായിരുന്നു ഈ കുഞ്ഞുള്ള കാര്യം. അറിഞ്ഞെങ്കിൽ ഞാൻ ഒരിക്കലും കൊടുക്കില്ലായിരുന്നടാ. എങ്ങനെയെങ്കിലും ഞാൻ അതിനെ വളർത്തിയാനെ എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും പാവം 23 കൊല്ലം ഒരുപാട് അനുഭവിച്ചു അനാഥാലയത്തിൽ കിടന്നുകൊണ്ട്. പാവം ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു. സ്വന്തം അമ്മയെ കാണാൻ വന്നപ്പോൾ അവൾ അനുഭവിച്ചെന്താണെന്ന് നമ്മളെ കണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് കമല കയറി വരികയാണ്. അമ്മയോടും മോനോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ അലീനെ എങ്ങാനും ഇങ്ങോട്ടേക്ക് കയറ്റി പൊറപ്പിക്കാണ് വിചാരമെങ്കിലേ ഇവിടെ നടക്കില്ല. എല്ലാത്തിനെയും കൊന്ന് ഈ വീടിനെ തീ വെക്കും. അല്ല പിന്നെ കണ്ട വീട്ടുവേലക്കാരിയൊക്കെ കൊല്ലപ്പള്ളിയിലെ മോൻ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞാൽ നാണക്കേട് വേറൊന്നുമില്ല. നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിഞ്ഞാലേ തോലി ഉരിഞ്ഞു പോകും. അതിലും നല്ലത് എല്ലാവർക്കും കൂടെ കൂട്ടത്തിലങ്ങ് ആത്മഹത്യ ചെയ്യുന്നതാ എന്ന് പറയുമ്പം എൻ്റെ പൊന്നി കമലെ, അതൊന്നും നടന്നില്ലല്ലോ. നടക്കുമ്പോൾ ആലോചിച്ചാൽ പോരെ അതിനെക്കുറിച്ചൊക്കെ? വേണ്ട, ഇപ്പോഴേ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം. നടന്നു പോയാൽ പിന്നെ നടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാണ്. നീ എന്തെങ്കിലും കാണിക്ക് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അമ്മയ്ക്കോടൊന്നും അറിയണ്ടല്ലോ, ചുമ്മാ എവിടെങ്കിലും ഇരുന്നാൽ പോരെ. ബാക്കിയുള്ളവർക്കാ അതിൻ്റെ നാണക്കേട്. വെളിയിലിറങ്ങി നടക്കുമ്പോഴേ അതിൻ്റെ നാണക്കേട് അറിയാം. എന്തായാലും നിന്റെ മോൻ കാണിച്ചിട്ട് നാണക്കേടൊന്നും ഇവിടെ ആരും കാണിച്ചിട്ടില്ല. ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടുകാരന്മാർക്കും കാഴ്ച വെച്ച് പീഡിപ്പിച്ച് ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചതൊന്നും ആ അഹങ്കാരമൊന്നും വേറൊരാളും കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പം കമല വായടച്ച് നിൽക്കുകയാണ്. എന്താടി നിന്റെ നാവിറങ്ങി പോയോ? നിന്റെ മോനല്ലേ ആ തോന്നിവാസം കാണിച്ചത്? അതിലപ്പുറമാണോ വേറെന്തെങ്കിലും കാണിക്കുന്നത്? അതുകൊണ്ട് മിണ്ടാതെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ, അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറയുമ്പം കമല തുള്ളിച്ചാടി അവിടുന്ന് ഇറങ്ങി പോവാണ്. അല്ലടാ, ഹരിയുടെ കാര്യം എന്തായി? ആ ജാമ്യത്തിൻ്റെ കാര്യം എന്തെങ്കിലും ആയോ? ആ കൊച്ച് പോക്സോ വകുപ്പിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അവന് ജാമ്യം കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല അമ്മേ. കേസ് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. എനിക്കറിയില്ല എന്താ ചെയ്യണേന്ന്. ആ കേസിന് റെഡിയായിട്ട് അവന് ജാമ്യമായിട്ട് വേണം എനിക്ക് തിരിച്ചു കയറി പോവാൻ. അപ്പോൾ അവിടെ ജോലി ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിന്റെ പെണ്ണുമ്പിള്ളയ്ക്ക് അതൊന്നും അറിയണ്ട. എങ്ങനെയെങ്കിലും അലിനെ ഇല്ലാതാക്കണം. മറ്റുള്ളവരുടെ പരദൂഷണേഷനെയൊക്കെ പറയണം. അത് മാത്രമാണ് അവളുടെ ഏക ലക്ഷ്യം. ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് കടപ്പാട്ടൂരേക്ക് പോകുന്നുണ്ട്. ബാലില്ലാത്ത സമയം നോക്കി. അവളെ എരിപിരി കയറ്റാനായിരിക്കും അമ്മേ. അതെ, അത് തന്നെ അവളുടെ ലക്ഷ്യം. എരിപിരി കയറ്റി അവസാനം ആ തറവാട് കൊണ്ട് ഇല്ലാതാക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മനു രാത്രി മുറിയിലിരുന്നുകൊണ്ട് അലീനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കുറേ നേരം സംസാരിക്കുന്നുണ്ടേ. പതിവിലും കൂടുതലായിട്ട് സ്നേഹത്തോടെ പ്രണയത്തോടു കൂടി രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കമല വാതിക്ക് വന്ന് 5 മിനിറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. അലീനയാണെന്ന് മനസ്സിലാകുമ്പോൾ ചീറ്റപ്പുലി പോലെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. വന്ന് ഫോൺ പിടിച്ച് മേടിക്കുകയാണ്. ആരുടെ ഫോണിൽ എന്ന് ചോദിക്കുമ്പം അമ്മ എൻ്റെ മാനസികത്തെ പരടെ കാണിക്കുന്നത് ഡോറിലൊന്ന് മുട്ടണം. അതുപോലെ അകത്തേക്ക് കയറി വരുമ്പം ഈ ഫോൺ പിടിച്ച് മേടിക്കുന്നതൊക്കെ കുറച്ച് ഇതില്ലാത്ത കാര്യമാണ് എന്ന് പറയുമ്പം അത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. വലിയ മാനേഴ്സൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ പ്രസവിച്ച മോനാ നീ. നിന്റെ മുറിലേക്ക് എപ്പോൾ കയറാനുള്ള അവകാശം എനിക്കുണ്ട്. ഫോൺ മേടിക്കാനുള്ള അവകാശമുണ്ട്. അമ്മേ, അതൊക്കെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴാ. ഇപ്പം എനിക്ക് പ്രായപൂർത്തിയായി ഇത്രയും വലിയ പുരുഷനായി നിൽക്കുക. ആ സമയത്ത് കുറച്ച് മാനേഴ്സൊക്കെ അമ്മയെ കീപ്പ് ചെയ്യണം. കുട്ടികൾക്ക് കുറച്ച് പ്രൈവസിയൊക്കെ കൊടുക്കണം. വേണ്ടടാ, നിന്റെ പ്രൈവസി ഒന്നും വേണ്ട. ആ മറ്റവളെ വിളിക്കാൻ കൊണ്ടുള്ള പ്രൈവസി ഒന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പം അമ്മ എന്തറിഞ്ഞിട്ടേ പറഞ്ഞത്? എന്തറിയാനാ? ഞാൻ കേട്ടു അവിടെ നിന്നുകൊണ്ട് നിന്റെയൊക്കെ കൊഞ്ചല്. ഛേ, അമ്മയ്ക്ക് നാണമില്ലേ ഞാൻ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കാൻ? എൻ്റെ മോനല്ല നീ, വെറുതെക്കാരൊന്നും അല്ലല്ലോ. ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് ഹലോ എന്ന് വിളിക്കുമ്പം ഹലോ കമലാൻറ്റീന്ന് വിളിക്കുമ്പം മിണ്ടി പോകരുത് നീ. എൻ്റെ ഒരു മോനെ വളച്ച് വശത്താക്കിയിട്ട് അവനെ നീ ഇപ്പം ജയിലിലുമാക്കി. രണ്ടാമത്തവനെ കൂടി നീ ഇനിയിപ്പോൾ കൊല്ലാൻ പോവാണോടി എന്ന് ചോദിക്കുമ്പം ആൻറ്റിയുടെ ഇളയ മോൻ്റെ കാര്യം പറയണ്ട. അവൻ്റെ കയ്യിലിരിപ്പോണ്ട് അവൻ അനുഭവിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ മനുവേട്ടൻ്റെ കാര്യം എന്തായാലും മനുവേട്ടൻ്റെ കാര്യം പറയടി.
അവനെ നിനക്ക് ഇഷ്ടമാണോടി എന്ന് ചോദിക്കുമ്പം ഇത്രയും കാലം മനുവിനോട് ചോദിച്ചിട്ടും ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല എനിക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ ഇപ്പം ഞാൻ ആൻറ്റി ചോദിച്ചുകൊണ്ട് മറുപടി പറയുക എനിക്ക് മനുവേട്ടനെ ഇഷ്ടമാ എന്ന് പറയുമ്പോഴേക്കും എടി മൂദേവി എന്ന് വിളിക്കുമ്പോഴേക്കും അലീന അതും പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കാണ്. അവള് പറഞ്ഞു കേട്ടില്ലേ നിന്നെ ഇഷ്ടമാണെന്ന്. അലീന അങ്ങനെ പറഞ്ഞു അമ്മേ. പിന്നല്ലാണ്ട് ഇത്രയും കാലം ഞാൻ ചോദിച്ചിട്ടും അവളെന്നോട് നേരിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. താങ്ക്സ് അമ്മേ. അമ്മ ചോദിച്ചെങ്കിലും കാര്യം അറിഞ്ഞല്ലോ, അവക്കെന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞല്ലോ, അത് മതി അമ്മേ എന്നും പറഞ്ഞ് അവൻ ചിരിക്കുമ്പം നീ എന്നെ കളിയാക്കുവാണോടാ? ഇത് ഒരിക്കലും നടക്കില്ല. നാളെ തന്നെ ഞാൻ പോവാ കൊളത്തുപുഴയ്ക്ക്. അവിടെ പോയി അവളുടെ ചെവിടം നോക്കി 2 ഞാൻ കൊടുക്കും. എങ്കിലേ അവളെ പഠിക്കുള്ളൂ. ആ അഹങ്കാരികിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. നാളെ വൈജയം കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് പോവാടാ എന്ന് പറയുമ്പോഴേക്കും അമ്മേനെ വിളിച്ചുകൊണ്ട് മനു പിന്നാലെ പോണുണ്ട്. കമല നേരെ പോണത് ശിവന്റെ അടുത്തേക്കാണ്. കണ്ടോ, രാത്രി 2 കൂടി സൊള്ളല, അലീനയും ഇവനെയും കൂടി. എന്നിട്ട് അവള് പറഞ്ഞത് കേട്ടോ എന്നോട് ഇവനെ ഇഷ്ടമാണ് പോലും. അത് കണ്ട് ഇവൻ തുള്ളിച്ചാടുക അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞുവെന്ന്. നാളെ ഞാനും വൈജയും കൂടി കൊളത്തുപുഴയ്ക്ക് പോവാ. അവിടെ പോയി അവളുടെ ചെവിക്കല്ല് നോക്കി 2 എനിക്ക് കൊടുക്കണം. എന്താ കമലെ, നിനക്ക് എന്താ പ്രശ്നം? പാതിരാത്രി നിനക്ക് ഉറങ്ങിക്കൂടെ? പാതിരാത്രി ഉറങ്ങാതിരുന്നേ മോൻ കാണിക്കുന്ന തോന്നിവാസം നിങ്ങളെ കാണുന്നില്ലേ? നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. മോൻ എന്ത് കാണിച്ചാലും നിങ്ങൾക്ക് ഒന്നും അറിയണ്ടല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ കമലെ, നിനക്ക് എന്താ പ്രശ്നം? അവന് അലീനെ ഇഷ്ടാ, അത് നിനക്കറിയാലോ. അവർ സംസാരിക്കുന്നതിൽ എന്താ തെറ്റെന്നോ? അതിനെ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ സമ്മതം ഇവിടെ ആർക്കും ആവശ്യമില്ല. അവൻ ഇഷ്ടമുള്ളവളെ വിവാഹം കഴിക്കാൻ അവൻ അവകാശമുണ്ട്. അവനെ 18 വയസ്സ് കഴിഞ്ഞ ഒരാണാ. അവൻ ആരെ കെട്ടണമെന്ന് അവൻ തീരുമാനിക്കും, നീയല്ല എന്ന് പറയുമ്പോൾ എൻ്റെ മകനവൻ. ഇത്രയും കാലം പോച്ചു വളർത്തിയത് ഞാനും കൂടെ ചേർന്ന, അതുകൊണ്ട് എനിക്ക് അവകാശമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവനെ ഒരിക്കലും അവളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല. ഞാൻ നാളെ കൊളത്തുപുഴയ്ക്ക് പോവാ. നീ ഇവിടുന്ന് എവിടോട്ട് ഇറങ്ങില്ല, നിന്റെ മുട്ടുകാലം തല്ലുടിക്കും. ശരി, ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെയിൽ തടയാനാവുള്ളൂ, നിങ്ങളുടെ പെങ്ങളെ തടയാനാവില്ലല്ലോ. അവളോട് ഞാൻ പറഞ്ഞോളാം ഈ കാര്യങ്ങളെല്ലാം. അവൾ പോയിക്കോളും നേരെ കൊളത്തുപുഴയ്ക്ക്. പോയി അവളുടെ ചെവിലടിച്ച് പൊട്ടിക്കും. എന്നിട്ട് അവളുടെ വീട്ടുകാരുടെ മുമ്പിൽ അവളെ നാണം കെടുത്തും. അവൾ എത്തരക്കാരിയാണെന്ന് പറഞ്ഞ് അവളെ ഇല്ലായ്മ ചെയ്യും. അതോടുകൂടി നിങ്ങൾക്ക് സമാധാനമാവുമല്ലോ. അതാ ഇനി ചെയ്യാൻ പോണത് എന്ന് പറയുമ്പോഴേക്കും കമലെ അവിടെ നിൽക്കുന്നത് പറയാണ്, ഇല്ല, നിങ്ങൾ എന്നെ തടഞ്ഞു, ഞാൻ പോകുന്നില്ല. പകരം വൈജയനെ തടയാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. അവളെന്തായാലും നിങ്ങൾ പറഞ്ഞാലും കേൾക്കില്ല, അവളുടെ ഭർത്താവ് പറഞ്ഞാലും കേൾക്കില്ല. അവൾ പോകും, അത് മതി എനിക്ക് എന്നും പറഞ്ഞാൽ കമല ദേഷ്യപ്പെട്ട് നേരെ അടുത്ത മുറിയിലേക്ക് പോവാണ്. ശിവൻ പറഞ്ഞിട്ട് മനു ഇതൊന്നിടയ്ക്ക് പോവില്ലല്ലോ, ഇങ്ങനായാൽ ശരിയാവില്ല, എല്ലാ കള്ളിയും വെളിച്ചത്താവും. അച്ഛാ, എനിക്ക് തോന്നുന്നത് അമ്മയോട് നമുക്ക് സത്യം പറഞ്ഞ സമയം കഴിഞ്ഞതാ. അതാണെങ്കിൽ പിന്നെ അമ്മയ്ക്കൊരു പ്രശ്നം കാണില്ല. അലീന ഒരു വേലക്കാരിയാണെന്ന് ഓർത്തുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. ഈ വീട്ടുകാരാണെന്ന് അറിഞ്ഞാൽ പിന്നെ അമ്മയുടെ ഭാഗം ക്ലിയർ അല്ലേ? എൻ്റെ പൊന്നടാ, അവളുടെ ഒരു ഓട്ടമായ. അവൾ വിളിച്ചു കൂവും അലീന വൈദ്യയുടെ മകളാണെന്ന്. അത് മാത്രമല്ല, വൈദ്യ ഇവളും തമ്മിലുള്ള ഒളിപ്പോര് നിനക്കറിയാലോ. രണ്ടുപേരും ഭയങ്കര ചങ്കാന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. പരസ്പരം പാര വെക്കാനേ രണ്ടുപേരും മിടുക്കികളാം. ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അവളെല്ലാം വിളിച്ചു കൂവും. അച്ഛാ, അതൊക്കെ ഞാൻ നയത്തി പറഞ്ഞ് ശരിയാക്കാം. നീ എന്താച്ചാ കാണിക്ക്, പക്ഷേ ഇതൊക്കെ ഗുരുതരമാവരുത് എന്ന് പറയുന്നുണ്ട്. പ്രശ്നമാവരുത്. വൈദ്യ ഒരിക്കലും സത്യങ്ങളറിയാൻ പാടില്ല, അത് മാത്രം നീ ഓർത്തോണം എന്ന് പറയാണ്. ശരിയെന്നും പറഞ്ഞിട്ട് മനു നേരെ കമലയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. കമലയോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാ. എന്ത് പറയാൻ? എനിക്കൊന്നും കേൾക്കണ്ട. ആ മറ്റോളെ കിട്ടുന്ന കാര്യം പറയാനല്ലേ എന്ന് ചോദിക്കുമ്പം അതല്ല, ഞാൻ പറഞ്ഞ കാര്യം ഈ ലോകത്ത് മറ്റാരോടും പറയില്ലെന്ന് ഈ മോൻ്റെ തലത്തിട്ട് സത്യം ചെയ്യണം എന്ന് പറയുമ്പം അതെന്ത് കാര്യമാ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാം, ഒരു സീക്രട്ടാ എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് സീക്രട്ട് അറിയണോ എന്ന് ചോദിക്കുമ്പം സത്യം ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. എങ്കിൽ ഞാൻ പറയുന്നുമില്ല. അല്ലല്ല, അങ്ങനെ പറയാതെ പോയില്ല. അങ്ങനെ എനിക്ക് ടെൻഷൻ കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടും. നീ പറ. അങ്കിലെ എൻ്റെ തലത്തൊട്ട് സത്യം ചെയ്. അമ്മ പ്രസവിച്ച അമ്മയുടെ മോനെ ഞാൻ. ഈ സത്യം ലംഘിച്ച് ആരോടെങ്കിലും അമ്മ പറഞ്ഞാലേ എൻ്റെ തല പൊട്ടിത്തെറിക്കും, അമ്മയുടെ ഈ മോൻ്റെ തല എന്ന് പറയുന്നുണ്ട്. ശരി, സത്യം ഞാൻ ആരോടും പറയില്ല. എന്താ സത്യം എന്ന് പറ, എന്താ കാര്യം എന്ന് പറ. അത് പിന്നെ ഈ പറഞ്ഞ അലീന മിണ്ടി പോകരുത്. അമ്മ ഞാനെന്ന് പറയട്ടെ. പറ. ഈ പറഞ്ഞ അലീന ആരുടെ മോളാണെന്ന് അമ്മയ്ക്കറിയോ? ആർക്കറിയാം ഏതവളുടെയാണെന്ന്? എങ്കിലേ അമ്മയ്ക്ക് അറിയണം. അവള് കൊല്ലപ്പള്ളിയിൽ അവകാശിയാ. കൊല്ലപ്പള്ളിയിൽ അവകാശിയോ?
അങ്ങനെ ആടെ മോളാണ് അവൾ എന്ന് ചോദിക്കാണ്. വേറെ ആരെയല്ല, വൈജയാനിയുടെ മകളാ. വൈജയുടെ മകളോ? വൈജയ്ക്ക് എൻ്റെ അറിവില് 3 മക്കളല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം അല്ല, വൈജയാനി ആ 3 പേരെക്കാൾ മുമ്പ് വേറെ ആളെ പ്രസവിച്ചിരുന്നു. അതാണ് ഈ അലീന എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് കമല സ്തംഭിച്ച് നിൽക്കാണ്. നീ പറഞ്ഞതൊക്കെ സത്യമാണോടാ? അതേ അമ്മേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യ. 24 വർഷങ്ങൾക്ക് മുമ്പ് വൈജയാനി ആഗ്രയില് ജോലി ചെയ്തിരുന്നു ഗംഗാധരൻ അമ്മാവന്റെ കൂടെ. ആ സമയത്ത് അവിടെ വെച്ച് വൈജയാനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. അയാളുടെ കൂടെ ഒരുപാട് കാലം അവരൊരുമിച്ച് താമസിക്കുകയും ചെയ്തു. അങ്ങനെ വൈജയാനി ഗർഭിണിയായ സമയത്ത് ആ പറയുന്ന ആള് നാട്ടിലേക്ക് പോയ സമയം ഇവിടുത്തെ അമ്മയുടെ അമ്മായപ്പനുണ്ടല്ലോ, അമ്മായപ്പനും മൂത്ത അമ്മാവനും എല്ലാവരോടും ചേർന്ന് പോയി വൈജയാനി വലിച്ചഴിച്ച് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് ഒരു വീട്ടിലോട്ട് താമസിപ്പിച്ചു. അവിടെ വെച്ച് ആ വൈജയാനി പ്രസവിച്ചു. ആ കുഞ്ഞ് മരിച്ചു പോയെന്നാ വൈജയാനോട് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, അന്ന് തന്നെ ആ പയ്യന്റെ അപ്പനും നമ്മുടെ ആനയുടെ അപ്പനും എല്ലാവരും ചേർന്നിട്ട് ആ കൊച്ചിനെ കൊണ്ട് അനാഥാലയത്തിൽ തള്ളി. ആ കുട്ടിയാണ് അലീന എന്ന് പറയുമ്പം മനു വെറുതെ ഇല്ലാക്കഥ ഉണ്ടാക്കല്ലേ കേട്ടോ, അങ്ങനൊന്നും ഇല്ല. ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ലെന്ന്? ഇതെല്ലാം സത്യമായുള്ള കഥയാ. അത് പിന്നെ അമ്മേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. വൈജയാനി വിവാഹത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചിട്ടുണ്ട്. ആ കുഞ്ഞാണ് അലീന. ആ വിവരം എനിക്കും നമ്മുടെ അച്ഛനും അതുപോലെ തന്നെ രാജീവനങ്കിളിനും ഗംഗാധരനങ്കിളിനും ഒക്കെ അറിയാം. അലീനയ്ക്കും അറിയാം. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിക്കറിയാം. വേറെ വലിയൊരു ടെസ്റ്റ് എന്ന് വെച്ചാൽ ബാലനങ്കിളിനറിയാം. ബാലനറിയോ? നീ എന്തൊക്കെയാണ് ഈ പൊട്ടത്തരം പറഞ്ഞേ? എനിക്ക് കേട്ടിന് പേടിയാവുന്നു. ഞാൻ പറഞ്ഞത് സത്യം അമ്മേ. ബാലനങ്ങളിലും സത്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ടാ ബാലനങ്ങളും അലിനെ സ്നേഹിക്കുന്നത്. സ്വന്തം ഭാര്യയുടെ അവഹിത സന്തതിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ബാലനങ്ങൾ അവളെ സ്നേഹിച്ചത്. സ്വന്തം മോളാണെന്ന് കള്ളം പറഞ്ഞതും അതുകൊണ്ടാ. പക്ഷെ വൈജയാനിക്ക് ഇപ്പോഴും അറിയില്ല താൻ പ്രസവിച്ച മകള് ജീവനോടെ ഉണ്ടെന്ന്. എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഇതൊക്കെ സത്യമാണോ? അതെ അമ്മേ, ഞാൻ പറഞ്ഞതെല്ലാം സത്യാ. ശരിക്കും അലീന ഈ തറവാട്ടിലെ കുട്ടിയാ. ഈ എൻ്റെ മുറപ്പെണ്ണ എന്ന് പറയുന്നുണ്ട്. വൈജയാനിയുടെ സ്വന്തം മകളാ എന്ന് പറയുമ്പം എനിക്കൊന്നും വിശ്വസിക്കാനാവുന്നില്ല അമ്മേ. അതുകൊണ്ടാ കഴക്കൂട്ടത്തെ ഓർഫനേജിലെ ആ ബ്രിജിത്താന്ന് പറഞ്ഞ മമ്മി ഇങ്ങോട്ടേക്ക് വന്ന അച്ഛനെ കണ്ടത്. അവർ മരിക്കാറായപ്പോൾ അലീനനെ ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ടാ രോഗശൈലിയിൽ കിടന്ന മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോയി അവളെ അവിടെ ചെന്ന് കാണുകയും ഉറപ്പിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും തീരുമാനിച്ചത്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടും ഞാൻ സത്യം അറിഞ്ഞില്ല. ബാലനങ്ങളാ ഇതെല്ലാം കണ്ടുപിടിച്ചത്. അതെങ്ങനാ ബാലനിതെല്ലാം അറിഞ്ഞത്? അത് പിന്നെ മറ്റേ രേവതിക്കുട്ടി ഉണ്ടല്ലോ, രേവതിക്കുട്ടിയും അലീനയുമായുള്ള ഫോൺ സംഭാഷണം ശ്രദ്ധിച്ച അങ്ങോട്ടതെല്ലാം മനസ്സിലാക്കിയത്. പിന്നെ ഹരി രോഹിയും കൂടി അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചല്ലോ. ആ സമയം കുത്തുകൊണ്ട് അവൾ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, അപ്പോഴാ അങ്കിളെല്ലാം കേട്ടത്. അങ്ങനെയാ തെളിവിന് വേണ്ടി അങ്കിള് ഫോണൊക്കെ ബ്ലോക്ക് ചെയ്തത്. അങ്ങനെ ആ ഫോണിലുള്ള സംഭവമെല്ലാം അങ്കിളിന് മനസ്സിലായേ. അങ്കിളിനിപ്പോൾ അറിയാം സ്വന്തം ഭാര്യ വിവാഹത്തിന് പ്രസവിച്ച കുട്ടിയാണ് അലീന എന്നുള്ളത്. അങ്ങനെ അറിഞ്ഞുകൊണ്ടാ അങ്കിളിന് പാവം അറ്റാക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. കമലിതെല്ലാം കേട്ട് ഞെട്ടി വിറച്ച് നിൽക്കാണ്. അല്ലടാ, അപ്പം നിന്റെ അച്ഛനൊക്കെ ഇത് എപ്പോഴാണ് മനസ്സിലാക്കിയത്? അന്ന് അവളെ തട്ടിക്കൊണ്ട് പോയില്ലേ എല്ലാവരും കൂടെ കൂടിയിട്ട്? ആ സമയത്താ വല്യങ്ങളും ബാലങ്ങളും വന്നിട്ട് പറഞ്ഞത് അത് നമ്മുടെ വൈജയന്റെ മകളാണ്. അതിൽ പിന്നെയാ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങിയത്. ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായോ എന്തുകൊണ്ട് എല്ലാവരും അലീനെ സ്നേഹിക്കുന്നതെന്ന്? അല്ലാതെ അവളെ കയ്യും കാലും കാണിച്ചിട്ടൊന്നും അല്ല എല്ലാവരും അവളെ സ്നേഹിക്കുന്നത്. അവളീ തറവാട്ടിലെ കുട്ടിയായതുകൊണ്ടാ എന്ന് പറയുന്നുണ്ട്. ശരിക്കും ആണോടാ? അതേ അമ്മേ, നമ്മുടെ രഞ്ജുവിനെ പോലെയും ബബിയെയും കൃഷ്ണയും പോലെയും ഈ തറവാട്ടിലെ കുട്ടിയാ അവള്. രഞ്ജുവിനെയും ഹരിയെയും ബബിയെക്കാട്ടിലും എല്ലാക്കാട്ടിലും മൂത്തതാ അവള്. എൻ്റെ നേരെ ഇളയത് പറയുകയാണെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ നമ്മുടെ തറവാട്ടിലെ കുട്ടിയല്ലേ? അതേ അമ്മേ, നമ്മുടെ തറവാട്ടിലെ കുട്ടി തന്നെയാ. നമ്മുടെ വൈജാനിയുടെ മകളാ. അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇപ്പം എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ തടസ്സമൊന്നും ഇല്ലല്ലോ. എടാ, വിവാഹം കഴിക്കാൻ വേണ്ടി നീ കള്ളം പറയുന്നതാണോ എന്ന് പറയുമ്പോഴേക്കും അവിടുന്ന് ഒരു പേപ്പർ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് അമ്മയ്ക്ക് അറിയോ? ആ കഴക്കൂട്ട് ഓർഫനേജിൽ നമ്മുടെ മുത്തശ്ശൻ അലിനെ ഏൽപ്പിച്ചുള്ള ഡോക്യുമെന്റ്സാ എന്ന് പറഞ്ഞിട്ട് കാണിക്കാണ്. അതൊക്കെ വായിച്ചു നോക്കുമ്പം കമലയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ പറഞ്ഞത് ശരിയാണ്. ആ ഒരു ഡോക്യുമെന്റ്സ് ആണ് അതെന്നുള്ളത്. അപ്പൊ സത്യമല്ലേ? അതെ അമ്മേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ശരിക്കും വൈജയാനിയുടെ മകളാണ് അലീന. ഇപ്പം എനിക്ക് അവളെ കിട്ടുന്ന തടസ്സമൊക്കെ മാറിയല്ലോ എന്ന് പറയുമ്പം അത് പിന്നെ എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് ഈ കുടുംബത്തിലെ ഷെയറും ഉണ്ട്, അതുപോലെ അവളുടെ പപ്പയുടെ കുടുംബത്തിലെ ഷെയറും ഉണ്ട്. പപ്പയുടെ കുടുംബമോ? അതെ,
അവളിപ്പോൾ നിൽക്കുന്നത് ആ കുടുംബത്താണ്, അവളുടെ പപ്പയുടെ കുടുംബത്തിൽ. ആ കുടുംബത്തിലെ വലിയൊരു ഷെയറും ഉണ്ട് അവൾക്ക്. സ്വത്തുക്കൾ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പം അമ്മ സമ്മതിക്കുമോ? അമ്മയ്ക്ക് ആവശ്യം സ്വത്തുക്കളാണല്ലോ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ എന്ന് പറയുമ്പം അമ്മയ്ക്ക് സമ്മതം എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. നീ ആരോട് പറയാനും നിൽക്കണ്ട. പിന്നെ ഇപ്പോഴൊന്നും വേണ്ട, നമുക്കതൊക്കെ ആലോചിക്കാം. ഇപ്പോഴൊന്നും ഇല്ല, അതിനൊക്കെ കുറേ സമയമുണ്ടമ്മേ, എല്ലാം തീരുമാനിക്കാം. എനിക്കിനി പ്രായം കിടക്കുകയാണല്ലോ, 18 വയസ്സല്ലേ ആയുള്ളൂ, 30 കേട്ടാ പോരെ എന്ന് പറഞ്ഞ് കളിയാക്കി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എന്ന് പറയുമ്പം ഇനി ഒന്നും പറയണ്ട. അമ്മയ്ക്ക് അവളുടെ ദേഷ്യമൊക്കെ പോയെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും വൈജി അങ്ങനെയൊക്കെ ചെയ്യുവോടാ? എനിക്കൊന്നും വിശ്വസിക്കാനാവുന്നില്ലടാ. വൈജിക്ക് അങ്ങനൊരു കൊച്ചുണ്ടായിരുന്നെന്ന് അവളെ കണ്ടാ പറയില്ലല്ലോ. അവളെന്നിട്ട് എന്തൊരു അഭിനയമാ, വലിയ പതിവ്രതയെ പോലെ. ഭർത്താവിന് ഒരു കാമുകയുണ്ടെന്ന് പറഞ്ഞ് എന്തൊക്കെയുള്ള പ്രശ്നം കാണിക്കുന്നത്. ഹോ, ഇത്രയൊക്കെ ചെയ്തിട്ടാണോ അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? എൻ്റെ പൊന്നമ്മേ, അറിയാതെ പോലും പറഞ്ഞു പോവല്ലേ. വഴക്കിനിടയിലോ ദേഷ്യത്തിനിടയിലോ അമ്മ മിണ്ടി പോവല്ലേ പ്ലീസ്. അങ്ങനൊരു വാക്ക് അച്ഛന് കൊടുത്തിട്ടാ ഞാൻ സത്യമൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അമ്മയെ സൂക്ഷിക്കണം. ഒരാളോടും ഈ കാര്യം പറയരുത്. അല്ലടാ, നിന്റെ മുത്തശ്ശിക്കപ്പം അറിയാമല്ലേ? മുത്തശ്ശിക്കും അറിയാം, കൃഷ്ണമ്മോക്കറിയാം, എനിക്കറിയാം, അമ്മമാർക്കറിയാം, പിന്നെ ഗോവർദ്ധനങ്ങളിന്, മാമച്ചനും ഗ്രേസമ്മേനിക്കും, അങ്ങനെ എല്ലാവർക്കും അറിയാം. കുറച്ച് പേർക്കുള്ള അറിയാത്തത് എന്ന് പറയാണ്. എങ്കിലും അവളാൾ കൊള്ളാലോ. ഓർത്തൻ്റെ കൂടെ പുറത്ത് ഒരു കൊച്ചു ഉണ്ടായിട്ട് ഒന്നും അറിയാത്ത പോലെ അടുത്തവനെ കിട്ടി ജീവിക്കുക. എന്നിട്ട് ഭർത്താവ് പിഴച്ചു പോയെന്ന് പറഞ്ഞ് എന്തൊക്കെ അഭിനയമായിരുന്നു അവളുടെ എന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നമ്മേ, അലീന എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ജീവനോടുണ്ടെന്ന് പോലും ആൻറ്റിക്ക് അറിയില്ല. ആ കുഞ്ഞ് മരിച്ചു പോയെന്നാ എല്ലാവരും കൂടി ആനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രണയം മുതൽ ഇവിടം വരെയുള്ള എല്ലാ സംഭവങ്ങളും മനു വിശദീകരിച്ച് അവളെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് കമലേനെ. കമൽ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. ഹോ, എൻ്റെ ഈശ്വര, എങ്കിലും ആരെയാണ് വിശ്വസിക്കുക? ആരെയും കണ്ട് നമുക്ക് വിശ്വസിക്കാനാവോ എന്ന് പറയുമ്പം അമ്മ വിശ്വസിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങൾ മറ്റാരും അറിയരുത്. എൻ്റെ തലത്തോട്ട് സത്യം ചെയ്തേക്കുന്നത്. അതെങ്ങാനും അമ്മ പാലിച്ചില്ലെങ്കിലേ എൻ്റെ തല പൊട്ടിത്തെറിച്ച് പോവും എന്ന് പറയുന്നുണ്ട്. കമലം മിണ്ടാതെ നിൽക്കുകയാണ്. ഹോ, എങ്കിലും അവളെ എന്ന് പറയുമ്പം ഒന്ന് മിണ്ടാതിരിയമ്മേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നേരെ ശിവന്റെ മുറിയിലേക്ക് കമല ചെല്ലാണ്. നിങ്ങളുടെ പെങ്ങളാൾ കൊള്ളാലോ, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഒന്നും അറിയാത്തവളെ പോലെ നടക്കല്ലായിരുന്നു, പതിവ്രതയെ പോലെ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. സ്വന്തം ഭർത്താവ് പിഴച്ചു പോയെന്ന് പറഞ്ഞ് എന്തൊരു അഭിനയമായിരുന്നു. മാറി താമസിക്കുന്നു, ഡിവോഴ്സിന് പോകുന്നു. ഹോ, എന്തൊക്കെ ലഹളയാ. ഇത്രയൊക്കെ സംഭവിച്ചതാണല്ലോ ഇവിടെ വന്നിരുന്ന് ഈ കൂത്തൊക്കെ കാണിച്ചത് എന്ന് പറയുമ്പം കമലെ, നിന്റെ വായനൊരു അക്ഷരം വീണു പോകരുത്, മനസ്സിലായല്ലോ? നിന്റെ മോന സത്യം ജയിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സത്യം ജയിപ്പിച്ചില്ലാന്നെങ്കിലേ ഈ രാത്രി തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയി ചോദിച്ചേനെ, നീ പേഴ്ചോളല്ലേടീന്ന് 2 വാക്ക് പറഞ്ഞ് അവളുടെ കിറുക്കിട്ട് കുത്തിയാനെ. എന്തു ചെയ്യാനാ, സത്യം ചെയ്ത് പോയില്ലേ എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അലീന വെറുതെ കാര്യമില്ലെന്ന്. ഞങ്ങളെല്ലാം എന്തുകൊണ്ട് അവളെ സ്നേഹിക്കുന്നത് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും ദയവ് ചെയ്ത് നീ ആ കല്യാണത്തിന് സമ്മതിക്ക്. മനുവിന് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവളെപ്പോലൊരു പെണ്ണിനെ വേറെ എവിടെയും കിട്ടില്ല. നല്ല സ്വഭാവമല്ലേ അവളുടെ എന്ന് പറയുന്നുണ്ട്. സ്വഭാവമൊക്കെ ശരിയാ, പക്ഷെ ഞാനൊരു വേലക്കാരിയെ പോലെ കണ്ടുപോയൊരു കൊച്ചല്ലേ, എങ്ങനെ പെട്ടെന്ന് ഞാൻ മരുമകളാക്കുന്നേ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നടക്കും, പതിയെ പതിയെ മാറ്റം വരുത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കമല അവിടെ ഒരു സമാധാനത്തിലിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആരോടെങ്കിലൊക്കെ പറയണമല്ലോ, പക്ഷെ സത്യം ചെയ്തും പോയി. അങ്ങനെ ആകെപ്പാടെ വിഷമത്തിലിരിക്കുകയാണ്. അങ്ങനെ കമലയും സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് നമ്മുടെ വൈദ്യുതി കാതില് കമല കൊണ്ടേ കൊടുക്കാന്നുള്ളത് പറയാനൊക്കെ ഇല്ല കേട്ടോ. അങ്ങനെ കമല ഏതാണ്ടൊക്കെ കല്യാണത്തിന് സമ്മതിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇതുപോലെ വരാൻ വന്ന സ്റ്റോറീസ് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.